ഇടതുപക്ഷം ഇല്ലാതെ ഒരു മലയാളിക്ക് ജീവിക്കാൻ കഴിയില്ല. ഉറപ്പാണ്. ഇടതുപക്ഷം എനിക്ക് സാധിക്കില്ല, ഇടതുപക്ഷം ഇല്ലാതെ. പക്ഷെ ആ ഇടതുപക്ഷം ദുർബലമാകുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ആദി എന്ന് പറയുന്നത്. എല്ലാത്തിനോടും സമരസപ്പെടുക, സമരസപ്പെട്ടു പോവുക എന്നുള്ളത്. ഇപ്പൊ PM ശ്രീ എന്നുള്ള വിദ്യാഭ്യാസ പദ്ധതി എന്തിനാണത്? ഏതാനും കോടികൾക്ക് വേണ്ടിയിട്ട് നിലപാടുകൾ നമ്മൾ എടുത്തിട്ടുള്ള നിലപാടുകൾ, നമ്മളാക്കിയിട്ടുള്ള നിലപാടുകൾ, അതിനൊക്കെ നമ്മൾ ഇല്ലാതാക്കിയിട്ട് ഏതാനും കോടികൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് അപജയം സംഭവിക്കാം. അത് അബദ്ധ സഞ്ചാരങ്ങൾ ചെയ്യാണ് ഇടതുപക്ഷം കേട്ടോ. ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് ഇടതുപക്ഷം തന്നെയാണ്, മറ്റുള്ളവരല്ല. എനിക്കൊന്ന് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ശത്രു സംഘപരിവാറല്ല, ഇടതുപക്ഷം തന്നെയാണ് കേട്ടോ. അവരവരെ മനസ്സിലാക്കുന്നില്ല. അത് ഇടതുപക്ഷം ഇവിടെ ദുർബലമായി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഞാൻ എന്നെ മലയാളി എന്ന് വിളിക്കില്ല കേട്ടാ. എന്നെ മലയാളിയാക്കുന്നത് ഇവിടുത്തെ പ്രബുദ്ധമായിട്ടുള്ള ഇടതുപക്ഷമാണ്. അപ്പൊ എനിക്കിപ്പം സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ സംഘപരിവാറിനല്ല പേടി, ഇടതുപക്ഷത്തെയാണ് പേടി കേട്ടാ. കാരണം ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല. ഇപ്പൊ നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞ പോലെ പട്ടിണി ഇല്ലാതെ എല്ലാവർക്കും കടപ്പാടമുണ്ട്. വളരെ കുറച്ച് പേരേ ഉള്ളൂ കടപ്പാടമില്ലാത്തത്, വളരെ കുറച്ച് പേര്. അപ്പൊ അങ്ങനെ നമ്മൾ സ്വപ്നം കണ്ട ഒരു കേരളത്തിലേക്കാണ് നമ്മൾ നിഷ്ക്രമിച്ച് വന്നത്. നമ്മൾ അവിടെ എത്താറ് അതിന്റെ വാതിൽക്കൽ നമ്മൾ എത്തി. പക്ഷെ ഇപ്പോഴും നിരാശ തോന്നുന്നുണ്ട്. എന്തൊക്കെയോ അപചയങ്ങൾ, അബദ്ധ സഞ്ചാരങ്ങൾ കിട്ടാം. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത്, ഇടതുപക്ഷത്തെയാണ് ഞാനിപ്പം ഇടതുപക്ഷക്കാരനായ എൻ്റെ ആദ്യ ഇടതുപക്ഷം തന്നെയാണ്. നമ്മൾ ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് മറ്റേവരെ നേരിടാൻ കഴിയുള്ളൂ.